ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ആർട്ട് എഡ്യൂക്കേഷൻ്റെ 1.2 ആക്ടിവിറ്റിയാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD 7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ആർട്ട് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD 7 ആർട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. പാഠം തുടങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾ 4 ചിത്രങ്ങൾ കണ്ടോ മക്കളെ? ഇതെന്താണ് ഈ ചിത്രങ്ങൾ? അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ട കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? ആ കഥയാണ് നമുക്ക് ഇവിടെ ഒരു പിക്ചർ സ്റ്റോറി ആയിട്ട് തന്നിട്ടുള്ളത്. ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? The story depicted here is familiar to all of us. How Ayyappan's mother made Neyyapam and how the crow carried it off and dropped in the sea. Let's form 4 groups. Let each group select one of these pictures. Now, shall we discuss in detail the characters depicted in the pictures you have chosen, the costumes they wear, the utensils they use, the setting of the scene, and so on. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ 4 ഗ്രൂപ്പുകളായി തിരിയുക. എന്നിട്ട് ആദ്യത്തെ ഗ്രൂപ്പ് ആദ്യത്തെ പിക്ചറിലുള്ളത് എടുക്കുക, അതായത് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുടുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് അയ്യപ്പന് ആ നെയ്യപ്പം ഫ്രണ്ട്സിന് കാണിച്ചു കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് അവരത് കണ്ട് കളിക്കുന്നത്, ഒരു കാക്ക കൊത്തി കൊണ്ടുപോകുന്നത്. നാലാമത്തെ ഗ്രൂപ്പ് ആ കാക്ക കൊണ്ടുപോയി കടലിലിടുന്ന ആ രംഗം. ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ 4 ഗ്രൂപ്പുകളാക്കുക. ഈ ഓരോ സീനും നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ആ സീനിലേക്ക് വേണ്ട നിങ്ങളുടെ കോസ്റ്റ്യൂം, അവിടെ നിങ്ങൾക്ക് ആ സ്റ്റേജ് ആ സമയത്ത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം, സെറ്റിങ്സും കാര്യങ്ങളും അതെല്ലാം തീരുമാനിച്ച് വെക്കുക. എന്തായാലും എല്ലാതും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ? കോസ്റ്റ്യൂം ഒരുപോലെ ആയിരുന്നാലും ബാക്കി സ്റ്റേജ് സെറ്റിങ്സും ബാക്കി കാര്യങ്ങളൊന്നും ഒരുപോലെ ആയിരിക്കില്ല. ആദ്യം നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്. ലെറ്റ് ഈച്ച് ഗ്രൂപ്പ് പ്രസന്റ് ദ മൂവ്മെന്റ്സ് ആൻഡ് ഡയലോഗ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഫ്രം ദ പിക്ചർ ദേ സെലക്ടഡ്, പേയിങ് അറ്റൻഷൻ ടു ദ ഫോളോയിങ്. ഓരോ ഗ്രൂപ്പും അവർക്ക് കിട്ടിയ പിക്ചറിൽ എന്തൊക്കെ ഡയലോഗ്സ് വേണം, ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം എന്നൊക്കെ തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? use common objects available in the classroom as stage properties in place of actual objects used by the characters. നിങ്ങൾ ആ ക്യാരക്ടറിൽ ശരിക്കും കഥയിലുള്ള ആക്ച്വൽ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതിന് പകരം സ്റ്റേജിൽ കിട്ടുന്ന നിങ്ങളുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എടുത്താൽ മതി. അതായത് ഇപ്പോൾ നെയ്യപ്പം ആണെങ്കിൽ നെയ്യപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ശരിക്കുള്ള നെയ്യപ്പം വേണ്ട, പകരം ക്ലാസ്സിലുള്ള ഡസ്റ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകാരുടെ ബോക്സോ അങ്ങനെ എന്തെങ്കിലും നെയ്യപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റേജ് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സീൻ ഇൻ ആൻ ഇമാജിനേറ്റീവ് വേ യൂസിങ് യുവർ ബോഡീസ് ഓർ യൂസിങ് ഒബ്ജക്ട്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റേജിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ട് സീൻ എങ്ങനെയാണോ നിങ്ങൾക്കൊരു ഇമാജിനേറ്റീവ് ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ലെറ്റ് ഈച്ച് ഗ്രൂപ്പ് പ്രസന്റ് ദ മൂവ്മെന്റ്സ് ആൻഡ് ഡയലോഗ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഫ്രം ദ പിക്ചർ ദേ സെലക്ടഡ്, പേയിങ് അറ്റൻഷൻ ടു ദ ഫോളോയിങ്. It will be full if you can present each situation in such a way that the audience can visually grasp where it is taking place. When you perform, try to present the story in the sequence we are all familiar with. Once all groups all groups have performed their scenes, we can get together and discuss each of the performances. The discussion should be based on the following topics. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഓരോ സന്ദർഭവും എവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുടുന്നത് എവിടെയായിരിക്കും? വീട്ടിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? അവരുടെ കുടിലിനുള്ളിൽ വെച്ചിട്ടായിരിക്കും. അവന് കളിക്കാൻ പോകുമ്പോൾ അവരുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒരു കടൽ തീരത്ത് വെച്ചിട്ടാണ്. പിന്നെ കാക്ക കൊണ്ടുപോയി കടലിലിടുന്നത്. ഈ ഓരോ സിറ്റുവേഷനും നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ പശ്ചാത്തലം, ഈ സംഭവം, വീട്, കടൽ തീരം, ഇതൊക്കെ നിങ്ങൾക്ക് പിക്ചറിലൂടെ അല്ലെങ്കിൽ അവിടെയുള്ള സെറ്റിങ്സിലൂടെ കാണിക്കാനായിട്ട്, കാണുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട്, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓരോ സിറ്റുവേഷനും അതിൻ്റെ സീക്വൻസ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെ ചെയ്തു പോവുക. ആദ്യം നെയ്യപ്പം ചുടുന്നത്, പിന്നെ കൊണ്ടുപോകുന്നത്, അങ്ങനെ തന്നെ ചെയ്തു പോവുക. അല്ലാതെ ആദ്യം നെയ്യപ്പം ചുട്ട് പിന്നെ രണ്ടാമതായിട്ട് കടലിൽ കൊണ്ടുപോകുന്ന സീൻ ചെയ്യരുത്. ആ കഥയ്ക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾ പെർഫോം ചെയ്യുക. അങ്ങനെ എല്ലാവരുടെ പെർഫോമൻസും കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എങ്ങനെയൊക്കെയാണ്, ആരുടെയൊക്കെയാണ് മികച്ചത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നമുക്ക് താഴെ കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബേസിസിലാവണം. നോക്കൂ, എ ഗ്രൂപ്പ് അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ ആക്ടിങ്, കഥാപാത്രങ്ങളും അവരുടെ അഭിനയവും എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത്. പിന്നെ
രണ്ടാമത് തീരുമാനിക്കേണ്ട കാര്യം കോസ്റ്റ്യൂംസും മേക്കപ്പും എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ ബാക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ പ്രോപ്സ് അതായത് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ വസ്തുക്കൾ, ഓരോ ഒബ്ജക്റ്റും യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ് ആയിട്ട് പ്രോപ്പർട്ടീസ് ആയിട്ട് യൂസ് ചെയ്ത ഒബ്ജക്റ്റ് അതിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലാണോ, അതിനനുസരിച്ച് അതും നിങ്ങളുടെ ഡിസ്കഷനിൽ വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കാനുള്ളത് സെറ്റിംഗ്സ് ആണ്. സ്റ്റേജ് സെറ്റിംഗ്സ് ആർ ദ ഫിക്സഡ് ഓർ മൂവബിൾ ഒബ്ജക്ട്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ് പ്ലേസ്ഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റേജ് ടു പ്രൊവൈഡ് ദ റൈറ്റ് ആംബിയൻസ് ആൻഡ് വിഷ്വൽ കോണ്ടെക്സ്റ്റ് ഫോർ എ സീൻ ഓർ സിറ്റുവേഷൻ. ഒരു സന്ദർഭത്തിന് അല്ലെങ്കിൽ ഒരു സീനിന് ആ സീനും ആ സിറ്റുവേഷനും ഒക്കെ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ, അതിനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ടുള്ള, മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ്, എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒബ്ജക്ട്സോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒബ്ജക്ട്സോ ഒക്കെ കൂടിയതാണെന്ത് ഈ സ്റ്റേജ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ സിറ്റുവേഷനും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ട, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സിറ്റുവേഷൻ ആവശ്യമുള്ള കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ കൂടെ കൂട്ടിയതാണ്, അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റേജ് സെറ്റിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റേജ് പ്രോപ്പർട്ടീസ് ഓർ പ്രോപ്സ് ആർ ഒബ്ജക്ട്സ് ദാറ്റ് ആക്ടേഴ്സ് യൂസ് or handle during a performance which help them to present a character better. ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന് അവരുടെ ആ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പാകത്തിൽ അവരുപയോഗിക്കുന്ന ഓരോ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്റ്റേജ് പ്രോപ്സ് അല്ലെങ്കിൽ സ്റ്റേജ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നെയ്യപ്പം ചുടുന്ന ആ രംഗമാണെങ്കിൽ അവിടെ നെയ്യപ്പം പിടിച്ചിട്ട് നിൽക്കുന്ന സീനുണ്ട് അല്ലേ, അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ നെയ്യപ്പം എന്ന് പറയുന്ന നെയ്യപ്പത്തിന് പകരം നിങ്ങൾ യൂസ് ചെയ്തത് ഒരുപക്ഷെ ഡസ്റ്റർ ആയിരിക്കാം. അപ്പോൾ ഈ ഡസ്റ്റർ എന്നതുണ്ടല്ലോ, അത് ഒരു സ്റ്റേജ് പ്രോപ്പർട്ടിയിൽ നമുക്ക് കൂട്ടാവുന്ന സാധനമാണ്. സ്റ്റോറി ഗ്യാതറിംഗ്. ഷാൾ വി പെർഫോം ദിസ് ഹോൾ സ്റ്റോറി? മെമ്പേഴ്സ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് may perform the play. Second group may make arrangements for costumes and makeups. Third group may prepare stage settings. Fourth group may prepare stage properties. You can form groups by your own interested areas. അപ്പോൾ നമ്മളോട് ഇനി പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഓരോ സീന് ഓരോ ഗ്രൂപ്പുകളല്ലേ അവതരിപ്പിച്ചത്, ഇനി ഈ എല്ലാ സീനും കൂടെ നമുക്ക് ഒറ്റ കഥയാക്കി മുഴുവൻ കുട്ടികളും ചേർന്ന്, അതായത് ഗ്രൂപ്പുകളില്ലാതെ മുഴുവൻ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പുകളാവേണ്ടത് എങ്ങനെയൊക്കെയാണ്? അതായത് ഈ മുഴുവൻ സ്റ്റോറി നമ്മൾ ഒറ്റ സ്കിറ്റായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളാകാം. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ കുട്ടികൾ ഈ ഡ്രാമ അവതരിപ്പിക്കാനാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് സ്റ്റേജ് ഗ്രൂപ്പിന് വേണ്ട അറേഞ്ച്മെന്റ്സും കോസ്റ്റ്യൂംസും മേക്കപ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് സ്റ്റേജ് സെറ്റിങ്സ് റെഡിയാക്കാനും. നാലാമത്തെ ഗ്രൂപ്പുകാർക്ക് സ്റ്റേജ് പ്രോപ്പർട്ടീസ്, നാടകത്തിന് വേണ്ട അല്ലെങ്കിൽ ഡ്രാമയ്ക്ക് വേണ്ട സ്റ്റേജ് പ്രോപ്പർട്ടീസ് റെഡിയാക്കാനുമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിലേക്ക് മാറാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വേണം അല്ലേ, അവർ വേണം അത് ആക്ട് ചെയ്യാനായിട്ട്. സോ അതുപോലെ മേക്കപ്പിലൊക്കെ നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർ ആ മേക്കപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകണം. അങ്ങനെ നിങ്ങൾ ഗ്രൂപ്പുകളാക്കിയിട്ട് ഇതൊറ്റ ഡ്രാമയായിട്ട് അവതരിപ്പിക്കുക. Proscenium stage. A stage which has walls on the three sides and has a front curtain which separate it from the audience is called a proscenium stage. മൂന്ന് ഭാഗവും ചുമരുകളായി ചുറ്റപ്പെട്ട്, ചുമരുകൾ കൊണ്ട് മുഴുവനായിട്ട് കവർ ചെയ്ത്, നാലാമത്തെ ഭാഗം അതായത് ഫ്രണ്ട് പോർഷൻ, മുൻപിലുള്ള ഓഡിയൻസ് ഇരിക്കുന്ന ഭാഗം ഒരു കേർട്ടൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കേർട്ടൻ വെച്ച് മറച്ചിട്ടുള്ള അത്തരത്തിലുള്ള സ്റ്റേജിനെയാണ് നമ്മൾ പ്രോസീനിയം സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രോസീനിയം സ്റ്റേജിനുള്ള ഒരു എക്സാമ്പിളും നമുക്ക് അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഡ്രാമ ഇൻ ഹിസ്റ്ററി, നമ്മളുടെ ചരിത്രത്തിലുള്ള ഡ്രാമകളുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഡ്രാമ, മിഡീവൽ ക്രിസ്ത്യൻ ഡ്രാമ, സംസ്കൃത് തിയേറ്റർ ആൻഡ് നാട്യശാസ്ത്ര, ദെൻ മിഡീവൽ ഇസ്ലാമിക് തിയേറ്റർ, അക്രജ സെക്യുലർ ഡ്രാമ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്കിതിൽ നോക്കാനായിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, ആ ഡ്രാമ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്